ഓണവും മഹാബലിയും. മഹാബലി എന്ന പേരുള്ള ഒരു അസുര ചക്രവർത്തി നാട് ഭരിച്ചിരുന്നു. നീതിമാനും ദാനശീലനുമായ മഹാബലിയുടെ രാജ്യത്ത് കള്ളവും ചതിയും പട്ടിണിയും ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രപഞ്ചം മുഴുവൻ കീർത്തി ആർജിച്ച മഹാചക്രവർത്തിയായിരുന്നു മഹാബലി. എന്നാൽ സ്വർഗം കീഴടക്കണം എന്ന മഹാബലിയുടെ ആഗ്രഹം ദേവന്മാരെ ഭയപ്പെടുത്തുകയും അവർ ഭഗവാൻ വിഷ്ണുവിനെ പോയി കാണുകയും ചെയ്യുന്നു. ഒടുവിൽ വാമനൻ എന്ന ബ്രാഹ്മണ ബാലനായി അവതരിച്ച മഹാവിഷ്ണു തപസ് ചെയ്യുവാൻ 3 അടി മണ്ണ് മഹാബലിയോട് ചോദിച്ചു. മഹാബലി അത് നൽകാമെന്നും സമ്മതിക്കുന്നു. ഉടൻ തന്നെ വാമനൻ പ്രപഞ്ചത്തോളം വലിയ രൂപം പ്രാപിക്കുകയും 2 കാലടി കൊണ്ട് ഭൂമിയും ആകാശവും അളന്ന ശേഷം മൂന്നാമത്തത് എവിടെ എന്ന ചോദ്യത്തിന് സത്യവാനായ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുക്കുന്നു. വാമനൻ ആ ശിരസ് ചവിട്ടി മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നു. തന്റെ ജനങ്ങളെ ആണ്ടിലൊരിക്കലും ഒന്ന് കണ്ടുകൊള്ളാൻ മഹാബലിക്ക് വാമനൻ നൽകിയ അവസരമാണ് തിരുവോണമായി കേരളീയർ എല്ലാവരും ആഘോഷിക്കുന്നത്.